വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത് സരസ്വതി അമ്മേ. അതെ അതേ തിരുമേനി, നാഗത്തിനെ കണ്ടു എന്നുള്ളത് ഗാതമോളുടെ മാത്രം തോന്നലല്ല, സുമിത്രയും കണ്ടു. സർപ്പബലിയോട് ശാപങ്ങൾ ഒടിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പലതവണ ആവർത്തിച്ച് നമ്മളത് പരിശോധിച്ചതാണല്ലോ. എന്നാലും എന്തോ ഒന്നുകൂടി നിലനിൽക്കുന്നുണ്ട്. അത് ചിലപ്പോ ചില സൂചനകളാവാം. എന്തു സൂചനകള്? ആപത്തിന്റെ സൂചന. നാഗത്തെ കാണുന്നത് ഗാഥയാണെങ്കിലും അത് ബാധിക്കുക നവീൻ താലി കെട്ടിയ ആളെയാണ്. ഈശ്വര, പരിഹാരമൊന്നുമില്ലേ തിരുമേനി? എന്റെ മോനൊന്നും സംഭവിക്കരുത്. പറയാം. ശിവരാത്രി വരികയാണല്ലോ. പെൺകുട്ടിയോട് ശിവരാത്രി നോയമ്പെടുക്കാൻ പറയൂ. സാക്ഷാൽ നീലകണ്ഠനെ പൂജിക്കുന്ന ദിവസമാണ്. പരമേശ്വരന്റെ ആഭരണമാണ് നാഗം. മാത്രമല്ല, പാർവതി ദേവി ഉറക്കമിളച്ച് ഭഗവാന്റെ ജീവന് വേണ്ടി കാവലിരുന്നു എന്നുള്ളതാണല്ലോ ഐതിഹ്യം. അതും നാഗസംബന്ധമായി എന്നുവച്ചാ സാക്ഷാൽ മഹാദേവനെ മനസ്സറിഞ്ഞു പൂജിക്കുന്നത് ഉത്തമമായ ഫലം ചെയ്യും. അത് നവീനും അയാളുടെ ഭാര്യയ്ക്കും കുടുംബത്തിനും ശ്രേയസ്കരമായ കാര്യമാണ്. ചെയ്യിക്കാം. വ്രതശുദ്ധിക്ക് ഒരു കാരണവശാലും ഭംഗം വരരുത്. ദിവസം മുഴുവൻ നീളുന്ന നിരാഹാരം, നിരാഹാര സമയത്തെ കഠിനമായ പ്രാർത്ഥന, ശിവരാത്രി ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ജ്യോതിഷിയുടെ കൂടെ നമുക്കൊന്നിരിക്കാം. സമ്മതം. എന്തായാലും പഴയതുപോലുള്ള ഭയപ്പാടൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ചെറിയ ചെറിയ ദോഷങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാം. ധൈര്യമായിട്ട് പോയിക്കോളൂ.